നമസ്കാരം. ഒരു വ്യക്തിയുടെ ജീവിതം എപ്പോഴും മാറിക്കൊണ്ടേ ഇരിക്കുന്നതാണ്. ഒരു വ്യക്തിക്ക് വളരെയധികം ദോഷകരമായ കാര്യങ്ങൾ സംഭവിച്ചു എന്നാൽ ഒരിക്കലും അത് ജീവിതത്തിൽ എപ്പോഴും തുടരുന്നതല്ല. അത്തരത്തിൽ ചില കാര്യങ്ങൾ, പ്രധാനമായും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ വന്നെത്താൻ സമയമായിരിക്കുന്നു എന്ന സൂചനയാണ് ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുക. കാരണം ക്ഷിപ്രപ്രസാദിയായ സാക്ഷാൽ ഭഗവാൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചില കാര്യങ്ങൾ പ്രദാനം ചെയ്യുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. നിങ്ങൾ വളരെ ആഗ്രഹിച്ചതായ ഒരു ശുഭകരമായ ഒരു കാര്യം വളരെ അത്ഭുതകരമായി തന്നെ നിങ്ങളിലേക്ക് വന്നെത്തുവാൻ സമയമായി എന്നതാണ് വാസ്തവം. അത്തരത്തിൽ നിങ്ങൾക്ക് അനുകൂലമായ സമയമായിട്ടുണ്ട് എങ്കിൽ ഈ സന്ദേശം നിങ്ങളുടെ പക്കലേക്കെത്തും. നിങ്ങൾക്ക് ഇത് കേൾക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യം വന്നു ചേരും. അത് ഭഗവാന്റെ അനുഗ്രഹത്താലും ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്നതായ ആ കാര്യത്തെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കുവാൻ കൂടിയാണ് ഈ കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്നത് എന്ന കാര്യവും ഓർക്കുക. ഭഗവാന്റെ നിശ്ചയം തന്നെയാണ് ഇത്. ഏവരും ഒരു നിമിഷം സാക്ഷാൽ പരമശിവനെ വന്ദിക്കുക. ഓം നമഃ ശിവായ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ഏവരും ശ്രമിക്കുക. നിങ്ങൾ പല ത്യാഗങ്ങളും ചില ആഗ്രഹങ്ങൾ നടക്കുവാൻ വേണ്ടിയോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തിട്ടോ ഉണ്ട്. എന്നാൽ പലപ്പോഴും അത് ഫലം കാണുന്നില്ല എന്നതാണ് വാസ്തവം. ഏതൊരു കാര്യവുമായി ബന്ധപ്പെട്ട് ത്യാഗം ചെയ്തിട്ടുണ്ട് എങ്കിലും അത് നിങ്ങൾക്ക് മാത്രമാണ് ഓർമ്മയുള്ളൂ, അല്ലെങ്കിൽ അത് മാത്രമാണ് നിങ്ങൾ മാത്രമാണ് മനസ്സിൽ സൂക്ഷിക്കുന്നത് എന്നതാണ് വാസ്തവം. പല വ്യക്തികളും അത് മറന്നു. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രധാനമായും കടന്ന് വരേണ്ടതായ ആ കാര്യത്തിനായി നിങ്ങൾ ചെയ്തിട്ടുള്ള ത്യാഗം അത് വിഫലമാകില്ല എന്ന സൂചനയാണ് ഭഗവാനായി തന്നെ നൽകുന്നത്. ആ കാര്യം നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും എന്ന സൂചന തന്നെയാണ് ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുന്നത്. പലവിധ വേദനകളും നിങ്ങൾക്കുണ്ട്. അത് ജീവിതത്തിൽ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചതായ പല കാര്യങ്ങളും ജീവിതത്തിൽ നടക്കാതിരിക്കുന്നതിനാലും വേദനകൾ നിങ്ങൾക്കുണ്ട്. എന്നാൽ പലപ്പോഴും അത് പലരും അറിയുന്നില്ല എന്നതാണ് വാസ്തവം. അത്തരത്തിൽ അറിയാതെ മനസ്സിൽ ഒളിപ്പിച്ചിരിക്കുന്നതായ ചില വിഷമതകളും നിങ്ങൾക്കുണ്ട്. എന്നാൽ പുറമേ നിങ്ങൾ ചിരിക്കുന്നു. അത് പലർക്കും മനസ്സിലാക്കുവാൻ സാധിക്കാതെ മനസ്സിൽ നിങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നു. എന്നാൽ ചിലർക്ക് ചില സൂചനകളുണ്ട് എന്നതും വാസ്തവമാണ്. എന്നാൽ പെട്ടെന്ന് അവർക്ക് ആ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടില്ല എന്നതും വാസ്തവമാണ്. എന്നാൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതായ ആ കാര്യം അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ഭഗവാൻ നിങ്ങൾക്ക് നൽകുവാൻ തന്നെ അനുഗ്രഹിച്ചിരിക്കുന്നതായ സമയമാണ്. അതിനുള്ള ചില അവസരങ്ങൾ തന്നെ ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. പല അവസരങ്ങളും മുൻപും ഭഗവാൻ നിങ്ങൾക്ക് നൽകിയിട്ടുള്ളതാണ്. എന്നാൽ പലപ്പോഴും അത് നഷ്ടമായി പോകുന്ന സാഹചര്യമോ ശരിയായ ഫലത്തിലേക്ക് എത്തിക്കുവാൻ സാധിക്കാത്ത, ലക്ഷ്യത്തിലേക്ക് എത്തിക്കുവാൻ സാധിക്കാതെ ചില അവസരങ്ങളിൽ പരാജയപ്പെടുകയോ മനസ്സിന് വളരെയധികം വിഷമങ്ങൾക്കോ കാരണമായിട്ടുണ്ട് എന്നതാണ് വാസ്തവം. അത്തരം ചില നഷ്ടങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളവരാണ് നിങ്ങൾ. എന്നാൽ ഭഗവാൻ ഇപ്പോൾ നിങ്ങൾക്ക് നൽകുന്നതായ ആ അവസരങ്ങൾ അത് ശരിയായ രീതിയിൽ നിങ്ങൾ വിനിയോഗിക്കേണ്ടത് അനിവാര്യമാണ്. പെട്ടെന്ന് നിങ്ങൾക്ക് ദേഷ്യം കടന്നു വരാം. എന്നാൽ ചതിക്കാത്തവരാണ് നിങ്ങൾ. ആ ദേഷ്യം നിങ്ങൾക്ക് വിനയായി മാറുവാനുള്ള സാധ്യതകളുണ്ട്. പലപ്പോഴും പല കാര്യങ്ങളും നിങ്ങളിൽ നിന്നും അകന്നു പോകുന്നതിനോ നെഗറ്റീവായ ഊർജം കടന്നു വരുന്നതിനോ അത് കാരണമായി തീരും. അതിനാൽ പെട്ടെന്ന് ദേഷ്യപ്പെടുക എന്ന കാര്യം, ആ ദേഷ്യ മനോഭാവം നിങ്ങൾ മാറ്റേണ്ടത് അനിവാര്യമാണ്. അതല്ല എങ്കിൽ ഭഗവാൻ നൽകുന്നതായ ഈ അവസരം പോലും നിങ്ങൾക്ക് വിനിയോഗിക്കുവാൻ സാധിച്ചു എന്ന് വരുന്നതല്ല. ശരിയായ രീതിയിൽ ആ സമയം ചിന്തിക്കുവാൻ സാധിക്കാതെ പ്രയാസങ്ങൾ അനുഭവപ്പെട്ടു എന്ന് വരാം. ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളിലുണ്ട്. അതിനാൽ തന്നെയാണ് പല കാര്യങ്ങളിലും ഇപ്പോൾ പിടിച്ചു നിൽക്കുവാൻ സാധിക്കുന്നത് എന്ന കാര്യം നിങ്ങൾ പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്.
ഘട്ടം ഘട്ടമായി തന്നെ പല കാര്യങ്ങളും നിങ്ങളിലേക്ക് കടന്നു വരും. ഭഗവാൻ അത് നിങ്ങൾക്ക് നടത്തി തരും. അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ ഭഗവാനായി തന്നെ ഒഴിവാക്കി തരുകയും ചെയ്യും. വിവാഹം, ജോലി, അത്തരം ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ചില അനുകൂലമായ ഫലങ്ങൾ, ചില ഉണ്ടായിരുന്നതായ ചില തടസ്സങ്ങൾ ഒഴിഞ്ഞ് അനുകൂലമായ ഫലങ്ങൾ ലഭിച്ചു എന്ന് വരാം. 3 മാസത്തിനകം തന്നെ ചില കാര്യങ്ങൾ പ്രധാനമായും നിങ്ങൾക്ക് അനുകൂലമാകാം. ചില കാര്യങ്ങൾ പെട്ടെന്ന് നടക്കുകയും ചെയ്യും. മറ്റുള്ളവരോട് വിനയത്തിൽ പെരുമാറുന്നു എങ്കിൽ പോലും നിങ്ങൾ പലപ്പോഴും പല കാര്യങ്ങളും മറ്റുള്ളവരോട് തുറന്ന് പറയുന്നവരാണ്. അത് നിങ്ങളുടെ ഭാഗ്യം നഷ്ടപ്പെടുന്നതിന് കാരണമായി തീരാം. അതായത് ചില കാര്യങ്ങൾ, നിങ്ങൾ അനുകൂലമായ ചില കാര്യങ്ങൾ പുറമെ പറയാതിരിക്കുന്നതാണ് ഏറ്റവും ശുഭം. നിങ്ങൾക്ക് അർഹതപ്പെട്ടതായ കാര്യമാണ്. അത് മറ്റുള്ളവർ പലപ്പോഴും കൈക്കലാക്കുന്ന സാഹചര്യം, നിങ്ങൾക്ക് ലഭിക്കേണ്ടതായ കാര്യങ്ങൾ അനർഹരായ വ്യക്തികളിലേക്ക് പോകുന്നതായ സാഹചര്യങ്ങളുണ്ട്. അത് നിങ്ങളെ തളർത്തുന്നു എന്നതും വാസ്തവമാണ്. അത്തരം പ്രശ്നങ്ങളെ നിങ്ങൾക്ക് ഫലപ്രദമായി തന്നെ നേരിടുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. പല കാര്യങ്ങളും ജീവിതത്തിൽ നടക്കാൻ ഉള്ളവർ തന്നെയാണ് നിങ്ങൾ. അതിൽ പലതും ഭംഗിയായി നിങ്ങൾക്ക് നടത്തിയെടുക്കുവാൻ സാധിക്കും. അഥവാ നടന്നു കിട്ടുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. പല കാര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കാത്തതായ അവസ്ഥയുണ്ട്. മനസ്സ് മടുത്തു പോയതായ സാഹചര്യം പോലുമുണ്ട്. എന്നാൽ അത് താൽക്കാലികം മാത്രമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് ചില കാര്യങ്ങൾ നടന്നില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം പിന്നീടൊരിക്കലും ആ കാര്യങ്ങൾ നടക്കില്ല എന്നല്ല. പുതിയ വാതിലുകൾ ഭഗവാനായി തന്നെ നിങ്ങൾക്ക് തുറന്നു തരും എന്നതാണ് വാസ്തവം. എന്നാൽ നിങ്ങൾ ആ കാര്യങ്ങളിൽ ശരിയായ രീതിയിൽ പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാണ്. ഊർജ്ജസ്വലതയോടെ തന്നെ പ്രവർത്തിക്കണം. അലസത, പിന്നീട് ചെയ്യാം എന്നീ മനോഭാവങ്ങൾ നിങ്ങൾ ഒഴിവാക്കേണ്ടതും അനിവാര്യമാണ്. ചില വ്യക്തികൾ നിങ്ങളെ പുഞ്ചിരിച്ചുകൊണ്ട് ചതിക്കുവാനുള്ള സാഹചര്യം വന്നു ചേരാം. അല്ലെങ്കിൽ നിങ്ങളുടെ ആ ചിന്താഗതി മാറ്റുവാനുള്ള സാധ്യതകളുണ്ട്. അത്തരം ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ദോഷമായി തീരും. അതിനാൽ ആര് എന്ത് കാര്യം പറഞ്ഞാലും അത് നിങ്ങൾക്ക് അനുകൂലമായി തീരുമോ പ്രതികൂലമാണോ എന്ന് ശരിയായ രീതിയിൽ ചിന്തിച്ച് മാത്രമേ തീരുമാനം കൈക്കൊള്ളുവാൻ പാടൂ. അവർ പറഞ്ഞു എന്നതുകൊണ്ട് മാത്രം നിങ്ങൾ ചെയ്യേണ്ടതായിട്ടില്ല എന്നതാണ് വാസ്തവം. ആദ്യം സ്വയം ബോധ്യപ്പെടുത്തിയതിന് ശേഷം മാത്രം അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുക. ചില പ്രശ്നങ്ങൾ വന്നു ചേരാം. അത് സ്വാഭാവികമായും സംഭവിക്കുന്നതായ കാര്യമാണ്. അതിൽ നിങ്ങളെ തളർത്താൻ സാധിക്കില്ല എന്ന് തന്നെയാണ് സന്ദേശത്തിലൂടെ വ്യക്തമാക്കുവാൻ സാധിക്കുന്നത്. വിജയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ലക്ഷ്യബോധത്തോടെ പ്രവർത്തിക്കാനും മുന്നോട്ടു പോകുവാനും സാധിക്കും. ചില കാര്യങ്ങൾ അനിവാര്യമാണ് എന്ന് നിങ്ങൾക്ക് തോന്നി തുടങ്ങിയിരിക്കുന്നതായ സാഹചര്യം പോലുമുണ്ട്. അത് നിങ്ങൾക്ക് ശരിയായി ഭവിക്കുന്ന സമയമാണ്. കൃത്യമായി തന്നെ മുന്നോട്ട് പോകുവാനുള്ള അവസരം തന്നെയാണ് വന്നു ചേരുക. അത് ആർക്കും തടയുവാൻ സാധിക്കില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. നിങ്ങൾ തന്നെ ചില സമയങ്ങളിൽ നിങ്ങൾക്ക് എതിരായി പോകുന്ന സാഹചര്യമുണ്ട്. അത്തരം സാഹചര്യങ്ങൾ സ്വയം കണ്ടെത്തി ഒഴിവാക്കുവാൻ നിങ്ങൾ ശ്രമിക്കണം. ഭഗവാന്റെ അനുഗ്രഹം, ഭഗവാന്റെ കടാക്ഷം നിങ്ങളിൽ വർദ്ധിച്ചിരിക്കുന്നതിനാൽ ആ കാര്യങ്ങൾ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ പല രീതിയിലുള്ള അനിഷ്ടകരമായ കാര്യങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതകൾ പോലും ഭഗവാൻ ഇല്ലാതാക്കും എന്നതാണ് വാസ്തവം. അതിനാൽ ഉണർന്ന് നിങ്ങൾ പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാണ്. എല്ലാ കാര്യങ്ങളും ആവശ്യത്തിന് മാത്രമേ നിങ്ങൾ ചെയ്യുവാൻ പാടൂ. അതായത് എല്ലാ കാര്യവും എപ്പോഴും അളവിൽ കൂടുതലായി നമ്മൾ പ്രകടിപ്പിക്കുകയോ അത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്ക് തന്നെ തിരിച്ചടിയായി തീരും. അതിനാൽ എല്ലാം ആവശ്യത്തിന് മാത്രമാണ് എന്ന് ഉറപ്പ് വരുത്തേണ്ടത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യമാകുന്നു. എത്ര വലിയ വീഴ്ചയിലും ഉയർന്നു വരും എന്നത് നിങ്ങളുടെ പ്രത്യേകതയാണ്. അത് പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുള്ള സമയമാകുന്നു. കാരണം ഇപ്പോഴും നിങ്ങൾ പല കാര്യങ്ങളും ആലോചിക്കുവാൻ പോലും ആഗ്രഹിക്കാത്തവരാണ്. അത്തരം പ്രതിസന്ധി ഘട്ടങ്ങൾ ജീവിതത്തിൽ തരണം ചെയ്ത് മുന്നോട്ട് വന്നിട്ടുള്ള വ്യക്തികളാകുന്നു. നിങ്ങൾക്ക് മുൻപിൽ പുതിയ വാതിലുകൾ തന്നെ ഭഗവാൻ തുറക്കും എന്നതാണ് വാസ്തവം.
നിങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ, അനുകൂലമായ കാലങ്ങൾ ഭഗവാന്റെ അനുഗ്രഹത്താൽ വന്നു ചേരും. തടസ്സങ്ങളോ ഏത് രീതിയിലുള്ള പ്രതിസന്ധികൾ കടന്നു വന്നാലും അത് നിങ്ങൾക്ക് തരണം ചെയ്ത് മുന്നോട്ട് കുതിക്കുവാൻ സാധിക്കുന്ന വ്യക്തികളാണ് എന്ന കാര്യവും നിങ്ങൾ പ്രത്യേകമായി ഓർക്കേണ്ടതായിട്ടുണ്ട്. പ്രവൃത്തിയാൽ നിങ്ങൾക്ക് മറ്റുള്ളവരെ പോലും അനുകൂലമാക്കി തീർക്കുവാൻ നിങ്ങൾക്കൊപ്പം നിർത്തുവാൻ സാധിക്കും. ഇത്തരത്തിൽ ഘട്ടം ഘട്ടമായി കാര്യങ്ങളെ അനുകൂലമാക്കി തീർക്കുവാൻ, അഥവാ നിങ്ങൾ വളരെ ആഗ്രഹിച്ചതായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുവരുവാൻ ഭഗവാന്റെ അനുഗ്രഹത്താൽ സാധിക്കുന്ന സമയം തന്നെയാകുന്നു.